സ്നേഹം നമ്മളിൽ ചൊരിയുക, നമ്മളിൽ കുറ്റബോധങ്ങൾ ഉണ്ടാക്കുക, നമ്മളെ സംശയത്തിൻ്റെ മുഖേനെ കൊണ്ടുവരിക, നമ്മുടെ തന്നെ ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളോട് പെരുമാറുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ന് നമുക്കൊരു താങ്ങായിട്ട് വന്ന് അങ്ങ് നിൽക്കും. അപ്പോൾ ഈ താങ്ങ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാകും. എന്നിട്ട് പിന്നെ അതില്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു വിഷമം വരുമ്പോൾ ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഒരിക്കലും നമ്മുടെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കരുത്. വേറൊരാളിൽ നമ്മൾ ഇമോഷണൽ ഡിപ്പെൻഡൻ്റ് ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ് അല്ലേ? കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്, നിങ്ങൾ പഠിക്കുന്നവരാണ്. നിങ്ങൾക്ക് പഠിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്. പക്ഷേ നമ്മളെ അതുകൊണ്ട് തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുള്ള ഒരാളെ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റില്ല, കബളിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ആർക്കാണ് നമ്മളെ കബളിപ്പിക്കാൻ പറ്റുക? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ നമ്മളെ കബളിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സുഹൃത്തിന് മാത്രമേ, നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് നമ്മളെ കബളിപ്പിക്കാൻ പറ്റും. കാരണം അവർ പറയുന്ന കാര്യം നമ്മൾ ബുദ്ധിപരമായി വിശകലനം ചെയ്യത്തില്ല. അവർ പറയുന്നത് നമ്മൾ അതേപടി വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിലെ സർക്കിളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ വളരെ വളരെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്കാണ് നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ശത്രുവിന് ചെയ്യുന്നതിനേക്കാൾ വലിയ ദോഷം ശരിക്കും മിത്രത്തിനാണ് ചെയ്യാൻ പറ്റുക. ശത്രുവിന് ദോഷം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഫലിക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും ശത്രുവിൻ്റെ എനിക്ക് ഒരു ഡിഫൻസ് നമുക്കുണ്ടായിരിക്കും. നമ്മളെപ്പോഴും ഒരു ശത്രു നമ്മളെ ഉപദ്രവിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു ഡിഫൻസീവ് മെക്കാനിസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അയാൾ വിചാരിച്ചാലും നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. നമുക്കതിൻ്റെ മേലൊരു ശ്രദ്ധയുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെയല്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പടച്ചിട്ടിട്ടുകൊണ്ടല്ല നടക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെയധികം സൂക്ഷിക്കുക, അല്ലെങ്കിൽ സുഹൃത്താക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുക.